ഹലോ ഗൈസ്, നമ്മളിന്ന് കുറച്ച് സീക്രട്ട് സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഒരു സൂപ്പർ കാർസ് കിട്ടും, അടിപൊളി കാർസ്. അതൊക്കെ ചെറുതായിട്ട് എനിക്കറിയാവുന്ന സ്ഥലം മാത്രം ഒന്ന് കളക്ട് ചെയ്യാൻ പറയുന്നത്. എനിക്കറിയാവുന്നതല്ല, എനിക്ക് ജോൺസൺ എന്ന് പറഞ്ഞൊരാൾ പറഞ്ഞു തന്നേന്. അത് ഈ ഗെയിമിലുള്ള ആളാണ്. അപ്പം നമുക്ക് ജോൺസനെ ഞാൻ നേരത്തെ പോയി കണ്ടിരുന്നു. അപ്പോൾ ജോൺസനാണ് പറഞ്ഞു തന്ന റെയർ കാർഡ്സൊക്കെ വന്നത്. 2-3 സ്ഥലം മാത്രം നമുക്ക് ബാക്കി കണ്ടുപിടിച്ചോളം പറഞ്ഞു. ജോൺസൺ ഒരു ചാലഞ്ച് ചെയ്ത് തന്നു. നമുക്കിന്ന് ആ ചാലഞ്ച് ആയിട്ട് എടുക്കാം. ആദ്യം എനിക്ക് പറഞ്ഞു തന്നൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഏറ്റവും അറിയാവുന്ന എളുപ്പ സ്ഥലമാണ്. പണിയെന്നാണ് ഞാൻ വിചാരിച്ച. വണ്ടി ഒന്ന് വെള്ളത്തിൽ പോയി, വേറൊന്നും സംഭവിച്ചില്ല. വണ്ടി ഒന്ന് വെള്ളത്തിൽ പോയി, നേരെ വേറെ ആ സ്ഥലത്തോട്ട് പോവാം. ഞാൻ അങ്ങോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. വണ്ടി എവിടെ ഇരിക്കുന്നതെന്ന് അറിയാം. ഞാൻ വണ്ടി എടുക്കാൻ പോവുകയാണ്. ഗായ്സ്, നമ്മളെ വണ്ടി കാണാനില്ല കേട്ടോ. ഞാൻ ചുറ്റും നോക്കുന്നുണ്ട്. ഇതിൻ്റെ മേളിലായിരിക്കും ചിലപ്പം. നമുക്ക് അപ്പുറത്തൂടെ വഴിയുണ്ട്, നമുക്ക് അതുവഴി പോവാം. വഴി കയറ്. നമുക്ക് വണ്ടി ഇതിലോട്ട് കയറാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. നമ്മൾ ഓഫ് റോഡ് വണ്ടി കണക്കാണ് കൊണ്ടുപോകണം. ഈ വണ്ടി കയറിയാൽ മാത്രം നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. പൈസയാണോ വണ്ടിയാണോ ചില സമയത്ത് കിട്ടണേന്ന് പറയാൻ പറ്റില്ല. നമ്മളെ എന്നെ പറ്റിച്ചാണെന്ന് തോന്നുന്നു. ഇവിടെ വണ്ടിയൊന്നുമില്ല. നമുക്ക് വേറെ പരിപാടിക്ക് വല്ലതും പോവാം. നമുക്ക് ഇന്ന് ആരെങ്കിലും കൊന്നിട്ടേ ഇവിടെ ഒരു വഴിയുണ്ട്, നമുക്ക് ഇതുവഴി കയറി നോക്കാം ഗൈസ്. ഞാൻ വെച്ചാൽ അവനെ പറ്റിച്ചേണം. എൻ്റെ ഒരു ഫ്രണ്ടാണ്. വണ്ടി അനങ്ങുന്നില്ല, എന്താണ് അവിടെ പൊട്ട ആൾക്കാണ്. ഞാൻ പിന്നെ എന്ത് ചെയ്യാം ഗൈസ്? ഇതെൻ്റെ ഗണ്ണ് അവിടെ ഇവിടെ. ഞാൻ ഓരോ സമയം ഇതെടുക്കുമ്പോൾ ഗണ്ണ് കാണാൻ പറ്റൂല ഗൈസ്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഗണ്ണ് കാണാൻ പറ്റണ്ട. ഞാൻ ഇന്നലെ ഒരു AK-47 വാങ്ങിച്ചില്ല ഗൈസ്. നമ്മളെ ഫ്രണ്ട് പറ്റിച്ചിട്ടില്ല. ആ വണ്ടി ഇവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പം ഇതാണ് അവൻ പറഞ്ഞ കാർ ഗൈസ്. വാവ്, സൂപ്പർ വണ്ടി കേട്ടോ. നമുക്കിത് വെറ്റ് എത്ര രൂപ കിട്ടുമെന്ന് നോക്കാം. ഇല്ലെങ്കിൽ നമ്മൾ വിൽക്കത്തില്ല. കുറവ് തരണമെങ്കിൽ നമ്മൾ വിൽക്കത്തില്ല. അടുത്ത ബൈക്കാണെന്ന് തോന്നുന്നു. ഡ്രൈവർ ഈ ഒരു വണ്ടി കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് പറഞ്ഞു തരത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് കണ്ടുപിടിക്കാതെ ഈ വണ്ടി കയറുന്നില്ലല്ലോ. ഇത് വണ്ടി വിൽക്കാൻ പറ്റത്തില്ലേ? നമുക്ക് വണ്ടി വിൽക്കണ്ടല്ലെങ്കിൽ നമ്മൾ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി നമുക്ക് ഈ വണ്ടി കൊണ്ടുപോയി ആദ്യം ഫ്രണ്ടിൽ ഇടാം, വീട്ടിൻ്റെ പറമ്പിൽ. എന്നിട്ട് നമുക്ക് ഈ കോഴിവണ്ടി എടുക്കാൻ പറയാം. പിന്നെ അറിയാമെന്നുള്ളത് ഈ കോഴിവണ്ടി തന്നെയാണ്. വേറൊരു വണ്ടി എനിക്കറിയത്തില്ല, ഡ്രൈവർ പറഞ്ഞു. പിന്നെ കോഴിവണ്ടി, പിന്നെ വേറൊരു വണ്ടിയൊക്കെ നമുക്ക് എടുക്കാം. ഇന്ന് ഈ ഇതിൽ കാണുന്ന എല്ലാ വണ്ടിയും നമ്മൾ പോക്കും നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിടും. വഴിയൊക്കെ തന്നെത്തടാ. നമ്മളെന്തായാലും ഈ കാറൊക്കെ എടുത്തോണ്ട് പോകും.
അയ്യോ, എന്താണ് ഈ വർക്കാവുന്നില്ലല്ലോ. ഈ വണ്ടി ഇനി പണി തരുന്ന എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ശ്രമിക്കുന്നേ ഉള്ളൂ. ഇവിടെ വണ്ടി എടുത്തോണ്ട് പോടാ. ഇപ്പം മനുഷ്യൻ. അയ്യോ, എൻ്റെ വീട് മാറിപ്പോയി. എൻ്റെ വീട് എവിടെയാണ് കേട്ടോ? ഇവിടെ അടുത്തായിട്ടാണല്ലോ. നമ്മളെ വീടെത്തി. പിന്നെ നമുക്ക് സീനില്ല എന്നാണ് തോന്നുന്നത്. നമുക്ക് ഇനി ഒരു ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കാൻ ക്യാമറ വേടാ. ഫോട്ടോ എടുത്താൽ മാത്രമേ ശരിയാവൂ. നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ കണക്ക് അടുത്ത വണ്ടി എടുത്തിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുത്താൽ മാത്രം മതിയല്ലോ. ഓക്കെ, നമുക്ക് ബാക്ക് എടുത്ത് അടുത്ത വണ്ടി എടുത്തോണ്ട് കോഴി വണ്ടി. കോഴി വണ്ടി എടുത്തോണ്ട് സ്പീഡ് പോ. സ്പീഡ് പ്രോ ബ്രോ. സ്പീഡ് പോ. സ്പീഡ് മാക്സിമം സ്പീഡിലാണ് ഇത് പോണത്. 43 ഇതിൻ്റെ മാക്സിമം സ്പീഡ്. എന്തോന്നാടേ, ഇതൊരു ചെറിയ കാറായതുകൊണ്ട് ഞാൻ ശ്രമിച്ചേക്കാം. ഓട് നമ്മൾ കോഴി ഇട്ടെടുത്തുണ്ട്. കോഴി വണ്ടിക്ക് പിന്നെ 30, 40. കോഴി വണ്ടിക്ക് 50 കടന്നേട്ടാ. 100 ആകുമ്പോൾ എനിക്ക് കോഴി വണ്ടി സീനാണ്. 100 കഴിഞ്ഞു. 120. കോഴി സീനാണ് കേട്ടാ. കോഴി ബ്രോ, കോഴിയുടെ സീനാണ്. എൻ്റെ വീട് ഏതടാ? എൻ്റെ വീട് ഇതാ. ഫോട്ടോ എടുക്കട്ടെ. ഫോട്ടോ എടുക്കാൻ ക്യാമറ വേടേ. അപ്പം ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.